So next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗോൾ സെറ്റിംഗ് തിയറി പറഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് MBO. ആക്ച്വലി ഇത് നിങ്ങളുടെ 6th സെമസ്റ്ററിലും ഒക്കെ ഇനിയുള്ള കുറച്ച് ടോപ്പിക്സ് 6th സെമസ്റ്ററിലും കൂടെ ഉണ്ട്. ഈ സെമസ്റ്ററിൽ പഠിച്ചാൽ അതൊരു യൂസ്ഫുൾ ആയിരിക്കും. സോ MBO എന്താ? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ആ MBOയുടെ ഫുൾ ഫോം ആണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ പീറ്റർ ഡ്രക്കർ. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ടോപ്പിക്ക് പറയണമെങ്കിൽ യു ഷുഡ് നോ അബൌട്ട് ഗോൾസ് അല്ലെങ്കിൽ റെലവൻസ് ഓഫ് സെറ്റിംഗ് ഗോൾസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോൾ സെറ്റിംഗ് തിയറി അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത്. സോ ഇവിടെ പറയുന്നത് ഇറ്റ് എംഫസൈസസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റീവ്ലി വി ഷുഡ് സെറ്റ് ഗോൾസ് ദാറ്റ് ആർ. ഇപ്പം നമ്മൾ എംപ്ലോയറും എംപ്ലോയിയും കൂടെ കൂടിയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ്ലി എന്ന് വെച്ചാൽ ഒന്നിച്ച് ഗോൾസ് സെറ്റ് ചെയ്യണം. എങ്ങനത്തെ ഗോൾസ് ആയിരിക്കണം? ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നടക്കുന്നതായിരിക്കണം. വേരിഫയബിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ എന്തുമാത്രം അച്ചീവ് ചെയ്തു എന്ന് നമുക്കറിയണം. മെഷറബിൾ, അത് അളക്കാൻ പറ്റുന്നതായിരിക്കണം. സോ ഓൾ ദീസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടാഞ്ചിബിൾ, വേരിഫയബിൾ, മെഷറബിൾ ആയിട്ടുള്ള ഒന്നിച്ച് ഗോൾസ് സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷൻസ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ആർ അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോളിനെ നമ്മൾ അച്ചീവബിൾ ആയിട്ടുള്ള സ്പെസിഫിക് ഗോളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതായത് നമ്മൾ ഡിവിഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ വർക്ക് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ്, ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ കീഴിൽ തന്നെ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് ഒരു ഡിവിഷൻ ആയിരിക്കും. പ്രൊക്യൂർമെൻറ്റ് ഡിവിഷൻ എന്ന് പറയും. പ്രൊക്യൂർമെൻ്റ് ആയിരിക്കും. പ്രോസസ്സിങ് ഒരാളായിരിക്കും. അതിനെ ഉണ്ടാക്കുന്നത് വേറൊരാളായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് തന്നെ വരും. ഡിപ്പാർട്ട്മെൻറ്റൽ ലെവലിൽ ചിലപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അനുസരിച്ചായിരിക്കും. ഇനി ഡിവിഷനിൽ തന്നെ നമ്മൾ പറയുമ്പോൾ സൗത്ത് ഡിവിഷൻ, നോർത്ത് ഡിവിഷൻ, നിങ്ങളങ്ങനെ വലിയ വലിയ കമ്പനീസിന് അങ്ങനെയും ഉണ്ട്. സോ കമ്പനിയുടെ ഹോൾ ഗോളിനെ എന്ത് ചെയ്യും? സ്പെസിഫിക് ആയിട്ട് അച്ചീവ് ചെയ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്പെസിഫിക് ഗോൾസ് ആകും. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ്സ് കൊടുക്കും. സോ ബിക്കോസ് ലോവർ യൂണിറ്റ് മാനേജേഴ്സ് ജോയിൻലി പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ഈ എന്താണ് ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒബ്ജക്റ്റീവ് നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് അവരുടെ കമ്പനിയിൽ ഈവൻ ലോവർ യൂണിറ്റുള്ള മാനേജേഴ്സ് പോലും ആ ഗോൾസ് സെറ്റ് ചെയ്യാൻ കൂടുന്നത് കൊണ്ട് MBO വർക്ക്സ് ഫ്രം ബോട്ടം അപ്പ്. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? താഴെയുള്ള ആൾക്കാരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബോട്ടം അപ്പ് രീതിയിലും ആസ് വെൽ ആസ് ടോപ്പ് ഡൗൺ, മേളിൽ നിന്ന് താഴോട്ടും താഴോന്ന് മേളിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ദ റിസൾട്ട് ഈസ് എ ഹൈറാർക്കി ദറ്റ് ലിങ്ക്സ് ഒബ്ജക്റ്റീവ്സ് അറ്റ് വൺ ലെവൽ ടു ദോസ് ദറ്റ് അറ്റ് ദ നെക്സ്റ്റ്. ഇതിൻ്റെ ഗുണം എന്താണ്? ഇവിടെ നമുക്ക് മറ്റേത് എങ്ങനെയായിരുന്നു? ചിലപ്പോൾ ഓരോ ഹൈറാർക്കിക്കൽ ലെവലിൽ, അതായത് ഇപ്പോൾ മാനേജേഴ്സ്, ടോപ്പ് മാനേജേഴ്സ്, അങ്ങനെയുള്ള ഓരോ ഹൈറാർക്കി ഇവർ തമ്മിലൊരു ബന്ധമില്ല. പക്ഷെ ഇവിടെ ഒന്നിച്ചിരുന്ന് ഡിസിഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. സോ ദീസ് ഒബ്ജക്റ്റീവ്സ് ഒരു ലെവലിലുള്ള ഒബ്ജക്റ്റീവിനെ അടുത്ത ലെവലിലുള്ള ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പം മേളിലിരുന്ന് ഒരാൾ പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് മാത്രം അതാണ് ഒബ്ജക്റ്റീവ്. ആ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അവരെടുക്കുന്ന മെഷർ എന്താന്ന് താഴെയുള്ള എന്താ പറയുന്നത്, ലോവർ ലെവൽ എംപ്ലോയീസുമായിട്ട് കൂടി ആലോചിച്ച് എടുക്കുന്നത് കൊണ്ട് ഇവരുടെ ഒബ്ജക്റ്റീവ്സും താഴെയുള്ളവരുടെ ഒബ്ജക്റ്റീവ്സും ഏകദേശം ഒരുപോലെ വരും. ഓക്കെ. സോ ആൻഡ് ഫോർ ദി ഇൻഡിവിജ്വൽ എംപ്ലോയി MBO പ്രൊവൈഡ് സ്പെസിഫിക്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വ്യക്തമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഗോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനുള്ള മെഷർമെൻറ്റ് എന്താ എടുക്കേണ്ടതെന്ന്. മറിച്ച് ഗോൾ എന്താണെന്ന് അറിയത്തില്ലാതെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇവരെന്തിനാ. ഇപ്പം നമ്മൾ ചില ആൾക്കാർ ചിലപ്പോൾ ഷൗട്ട് ചെയ്യും, ചിലപ്പം വിഷമം ഇങ്ങനെ വല്ലാത്ത ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, ആക്ച്വലി നിൻ്റെ പ്രശ്നം എന്താ? നമ്മൾ ചോദിക്കാറില്ലേ? അതുപോലെയാണ് ഈ MBO നമുക്ക് എന്ത് തരും? ആ സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒബ്ജക്റ്റീവ് എന്താണ് നമ്മളിൽ നിന്ന് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരും. സോ ഇതിനകത്ത് 4 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതായത് MBO സക്സസ്ഫുൾ ആവണമെങ്കിൽ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് ഗോൾ സ്പെസിഫിസിറ്റി, ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം. പാർട്ടിസിപ്പേഷൻ, രണ്ടാമത്തേത് ഡിസിഷൻ മേക്കിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് ഗോൾ സെറ്റിങ്ങിലും അല്ല ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് അതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. പിന്നെ ടൈം പീരീഡ് ഉണ്ടാവണം. എപ്പോൾ വേണേലെന്നല്ല, ഒരു വർഷത്തിനുള്ളിൽ അല്ലെ 10 മാസത്തിനുള്ളിൽ, ഇങ്ങനെ ഒരു എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ ടൈം പീരീഡ് ഉണ്ടാവണം. പിന്നെ പെർഫോമൻസ് ഫീഡ്ബാക്കും തരണം. അപ്പോൾ ഏതൊക്കെയാണ് MBOയുടെ 4 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഗോൾ സ്പെസിഫിസിറ്റി,
പാർട്ടിസിപ്പേഷൻ, എക്സ്പ്ലിസിറ്റ് ടൈം പീരീഡ്, പെർഫോമൻസ് ഫീഡ്ബാക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഫോർമൽ MBO പ്രോസസ് മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ടിപ്പിക്കലി എംപ്ലോയ് 4 സ്റ്റെപ്സിലൂടെയാണ്. അത് പറഞ്ഞത് ഈ അദ്ദേഹമാണ് 1981 പറഞ്ഞിരിക്കുന്നത്. സോ ഒന്നാമത്തേത് എന്താ? എഗ്രിമെന്റ് ഓൺ കീ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇത് നടക്കണമെങ്കിൽ ആദ്യം മാനേജ്മെന്റോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒബ്ജക്റ്റീവ്സ്, അവർ പറയുന്ന മെയിൻ ആയിട്ട് പറയുന്ന ഫോക്കസിങ് ഗോളിലോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിലോ നമുക്കൊരു ഒരുമ വേണം, അല്ലേ? വി ഓൾ ഷുഡ് എഗ്രി അറ്റ് ദാറ്റ്. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എഗ്രിമെന്റ് ഓൺ കീ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തതാണ് ആക്ഷൻ പ്ലാനിങ് ടു വർക്ക് ഓൺ ദ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ രണ്ടാമത്തെ, ഒന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചു, ഓക്കെ നമ്മളെല്ലാവരും മുന്നോട്ട് പോവാം. ഇപ്പം നമ്മൾ ആർട്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ആദ്യം വന്നെന്ത്, ഓക്കെ നമ്മൾ കപ്പെടുക്കും, അല്ലേ? അതിൽ ആർക്കും സംശയമില്ലല്ലോ, അല്ലെ? നമ്മൾ കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ്സ് അങ്ങ് സെറ്റ് ചെയ്യും. രണ്ടാമത്തേത് ആക്ഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തേതാണ് സെൽഫ് കൺട്രോൾ ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ്. ഇനി ഈ ഒരു പ്രോസസ്സിലേക്ക്, ഈ ആർട്സിന് വിജയിക്കുക എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ആക്ഷൻ എല്ലാം കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അവിടെ കുറേ പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും എന്താ പറയുക കോൺഫ്ലിക്ട്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടിയില്ല, സെൽഫ് കൺട്രോളും ഈവൻ യു ഹാവ് ടു ടേക്ക് സം കറക്റ്റീവ് ആക്ഷൻസ്. സോ ഓക്കെ ഇങ്ങനെയും കൂടെ ഇപ്പം നിങ്ങൾ വന്ന് ഞങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ കാണിച്ചു തരും, സജഷൻസ് ഞങ്ങൾ ടീച്ചേഴ്സ് പറയും. സോ ഇതൊക്കെയാണ് കറക്റ്റീവ് ആക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കപ്പ് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വി ഡു ദ സെൽഫ് കൺട്രോൾ. ആൻഡ് സെൽഫ് കൺട്രോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടു ബി ഫോക്കസ്ഡ്, അല്ലേ? അതിൽ തന്നെ നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓക്കെ എനിക്ക് ഇന്ന് വൈകിട്ട് പ്രാക്ടീസിന് നിൽക്കാൻ പറ്റില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് ഷോ ദി സെൽഫ് കൺട്രോൾ. നാലാമത്തേതാണ് പീരിയോഡിക് മെഷർമെന്റ്സ്, ഫോർമൽ റിവ്യൂസ്, പെർഫോമൻസ് അപ്രൈസൽ. ഇപ്പോൾ ഒരു കമ്പനിയുടെ എക്സാമ്പിളിലേക്ക് വന്നാൽ എന്താ? കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക, അതിനുവേണ്ടി പ്രോപ്പർ ആക്ഷൻ പ്ലാനിങ് കൊടുക്കുക, അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് ആ ടാർഗറ്റിൽ നിലനിൽക്കാനുള്ള ക്ലൂസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ആൻഡ് ഫൈനലി അതിനെ എപ്പോഴും അസസ് ചെയ്തുകൊണ്ടിരിക്കുക. പീരിയോഡിക് മെഷർമെന്റ്, പീരിയോഡിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഇപ്പോൾ ആഴ്ചയിൽ ഒരു മീറ്റിംഗ്, റിവ്യൂ മീറ്റിംഗ്സ് എന്നൊക്കെ പറയും, വീക്ക്ലി, മന്ത്ലി, അങ്ങനെ, അല്ലെങ്കിൽ ക്വാർട്ടർ, ഹാഫ് ഇയർലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ്. പിന്നെ ഫോർമൽ റിവ്യൂസ് ആകാം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രമോഷന് പോകുന്നതിനെയാണ്. അതായത് നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ പെർഫോമൻസ് അപ്രൈസൽ കൊടുത്തിട്ട് നമുക്കതിന് 100% മാർക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ സാലറി കൂട്ടും, പൊസിഷൻ കൂടും, അങ്ങനെയൊക്കെ ചെയ്തു വരും. ഓക്കെ, സോ എന്താണ് അപ്പോൾ MBO വർക്ക്സ് വെൽ വിത്ത് ദെയർ ഇൻ റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ്. അപ്പോൾ ഇതെന്തിനാണ്? ശരിക്കും ഒരു റെസ്പെക്റ്റും ട്രസ്റ്റും ഈ സബോർഡിനേറ്റും മാനേജറും ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പോകും. ഇഫ് ദ സബോർഡിനേറ്റ് കീപ്സ് ദ മാനേജർ ഇൻഫോംഡ് ഓഫ് ദ പ്രോഗ്രസ് ആൻഡ് സെറ്റ് ഗോൾ. ആൻഡ് എപ്പോഴും നമ്മൾ എന്താണ്, ഞാൻ ഇതാട്ടോ ഇവിടെ നിങ്ങൾ ഇത്രയും എത്തിയിട്ടോ, യു ഹാവ് ടു ബി ദ മാനേജർ ഹാസ് ടു ബി വെൽ ഇൻഫോംഡ്. ഇഫ് MBO ഈസ് റിക്വയർഡ് ബൈ ഓർഗനൈസേഷൻ ബട്ട് നോട്ട് അക്സെപ്റ്റഡ് ബൈ അതായത് ഓർഗനൈസേഷൻ MBO വേണം, എന്താണ് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുത്ത് സ്പെസിഫിക് ഗോൾസ് അറ്റൈൻ ചെയ്യണം. പക്ഷെ മാനേജർക്ക് അതിനോട് താല്പര്യമില്ല. ഇഫ് ദ മാനേജർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇസ് സ്ട്രെയിൻഡ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്മൂത്ത് അല്ലെങ്കിൽ എന്താണ്, ഈ പ്രോസസ്സ് ഒരിക്കലും നടക്കത്തില്ല. അതുപോലെ തന്നെ അതോറിറ്റേറിയൻ, നമ്മൾ പേരൻറ്റിങ് സ്റ്റൈൽസ് പറയുമ്പോൾ അതോറിറ്റേറ്റീവും അതോറിറ്റേറിയനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഈ അതോറിറ്റേറിയൻ അവസാനം വരുമ്പോൾ അത് നെഗറ്റീവ് എന്ന് ഓർക്കുക. ഓക്കെ, എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ, ഞാൻ പറയും നിങ്ങൾ കേൾക്കും, ആ ടൈപ്പ് മാനേജേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതോറിറ്റേറിയൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ളവരെന്താ, അവരുടെ സ്റ്റൈൽ അവരൊരിക്കലും, നമ്മളല്ലേ പഠിച്ചതേ പാടൂ എന്നൊക്കെ പറയുന്ന പോലെ, ദേ വിൽ നോട്ട് ചേഞ്ച് ദെയർ സ്റ്റൈൽ. അവർ സബോർഡിനേറ്റ്സിൻ്റെ ഒപ്പം ഇരുന്നൊരു ഡിസിഷൻ ഉണ്ടാക്കാനോ അവരെയും കൂടെ ഒന്നിച്ച് കൂട്ടാനോ ഒന്നും ദേ വിൽ നോട്ട് ബി റെഡി. സോ സച്ച് മാനേജേഴ്സ് ഈ MBO ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല, അങ്ങനെയുള്ളവർ. പിന്നെ ഫോർമുല ഡ്രിവൻ എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു സിസ്റ്റം കൊണ്ടുനടക്കുമ്പോൾ അല്ലെ ഒരു സിസ്റ്റം വരുമ്പോൾ നമ്മൾ അതിൻ്റെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ ഒരിക്കലും ആ സിസ്റ്റം കംപ്ലീറ്റ് ആവത്തില്ല, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവത്തില്ല. നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ മനസ്സിലായോ? അതായത് നമ്മളെപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഫോർമുലയ്ക്ക് അനുസരിച്ച് നമുക്ക് പോകാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറയും. അതായത് ഓക്കെ, എല്ലാ കാര്യങ്ങളും മാനേജറോട് ഇൻഫോം ചെയ്യണം, അതാണ് ബേസിക് റൂൾ എന്ന് വിചാരിക്കുക. പക്ഷെ ചില സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാം
HOD അറിയണം എന്നാണ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും വയ്യായി വന്നു, ഉടനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, HOD പറഞ്ഞാലേ ഞങ്ങൾക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ എന്തായിരിക്കും, അത് ആ ഒരു ആക്ടിവിറ്റിയുടെ തന്നെ എഫിഷ്യൻസിനെ അഫക്റ്റ് ചെയ്യും ഇല്ലേ. സോ ഫ്ലെക്സിബിൾ ആണെങ്കിലാണ് ഇത് സക്സസ്ഫുൾ ആകത്തുള്ളൂ. കറക്റ്റായിട്ട് ഫോർമുല ഇല്ല. ചില ആൾക്കാരില്ലേ, ഇല്ല നമ്മൾ ഈ ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ ഇപ്പോൾ ക്ലർക്ക് കൊണ്ടുപോയി അടുത്ത സെഷനിൽ കൊടുക്കണം ഫയല്, ക്ലർക്ക് വന്നില്ല ഫയൽ കൊടുക്കില്ല, ഇവിടുന്ന് അങ്ങോട്ട് എടുത്താൽ മതി. പക്ഷേ ദേ ആർ സോ ഒബ്സസ്ഡ് വിത്ത് ദിസ് ഫോർമുല, അതായത് ഇങ്ങനെ അവരുടെ ജോലി അവർ തന്നെ ചെയ്യണം, നമ്മൾ അതിനകത്തൊന്നും ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും. അടുത്തത് ആൻഡ് ഇൻ വേഴ്സ് കേസ് സിനാരിയോ സം ജോബ്സ്, പക്ഷെ ചിലതുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ജോബിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകത്തില്ല, ഹാവ് സഫിഷ്യൻറ്റ് ഫ്ലെക്സിബിലിറ്റി ഫോർ പീപ്പിൾസ് just don't have sufficient flexibility for a person's motivation and ability to really affect performance. ഇപ്പോൾ ചില ജോലികൾക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്താണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകത്തില്ല. നമുക്കങ്ങനെ എന്താ പറയുക, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആർമി അങ്ങനത്തെ ഇല്ലേ, ആംഡ് ഫോഴ്സസ്, അങ്ങനെ ഹൈ ഡിസിപ്ലിൻ ഉള്ള ജോലികളിലൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഫ്ലെക്സിബിൾ സിറ്റുവേഷൻ ഇല്ല. അത് ശരിക്കും എന്താണ് അവരുടെ മോട്ടിവേഷനും എബിലിറ്റീനും ഒക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ MBO എന്താണെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്താണ് ബേസിക്കലി അതൊരു പാർട്ടിസിപ്പേറ്റീവ്ലി വി ആർ സെറ്റിംഗ് ദ ഗോൾസ് ടു അച്ചീവ് എന്താ പറയുക ഗ്രേറ്റർ വൺ. അതിന് വേണ്ടിയിട്ട് എങ്ങനത്തെ ഗോൾസ് ആയിരിക്കണം, ടാഞ്ചിബിൾ സ്പെസിഫിക് ആയിരിക്കണം, സ്പെസിഫിക് ഗോൾസ് ആയിരിക്കണം. സോ ദാറ്റ് ഹയർ ലെവലും ലോവർ ലെവലും ആയിട്ടുള്ള ഒരു ലിങ്കേജ് അവിടെ ഉണ്ടാകും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ 4 സ്റ്റെപ്സ് എന്താണെന്ന് പറഞ്ഞു, ഇവാലുവേറ്റ് ചെയ്തു. ഇതെനിക്ക് തോന്നുന്നു സെഷൻ BO AOയിലേ വരുന്നുള്ളൂ ഈ ക്വസ്റ്റ്യൻ, പക്ഷേ ഇത് 6th സെമസ്റ്ററിലും ഉണ്ട്. ഓക്കെ, താങ്ക് യു.